ഇപ്പൊ എല്ലാം ഓണത്തിന്റെ അവസ്ഥയാ. ഓണമല്ലേ ഇപ്പൊ, തിരുവോണം. ഓണം വന്നപ്പോഴത്തേക്ക് മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും പടച്ചവനെ ഇങ്ങനെ ആഘോഷത്തിന്റെ മതിമറവിലാണ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ലടോ. ഇവിടെ ഓണമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സങ്കടം തോന്നുകയാ ചില കാര്യങ്ങൾ കാണുമ്പോൾ. ഇന്നെടുത്തു നോക്കിയാൽ ഓണം പാടില്ല, ഓണത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന ഉസ്താദന്മാർ ഒരു വശത്ത്, ഫത്വ പറയുന്ന മറ്റൊരു വിഭാഗം മറുഭാഗത്ത്. പടച്ചവനെ, എന്നിട്ട് സത്യം പറഞ്ഞാൽ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഓണം മുസ്ലിങ്ങൾ തൂക്കി എന്നാ പറയണേ. ഇപ്പൊ തൂക്കലിന്റെ കാലവാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം പെൺകുട്ടികൾ തൂക്കി, കോളേജിൽ സാരി ഇട്ടുണ്ട്, തലേത്തുണി ഇട്ടുണ്ട് ആടുന്ന പെൺകുട്ടികളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാ തോന്നണേ. എനിക്കിതൊക്കെ കാണുമ്പോ സങ്കടമാണോ തോന്നുന്നേ. എന്ത് സങ്കടം ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? ഓണമെന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഓണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരാ. ഈ ഓണമെന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗത്തിന്റെ, ആ ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന് ഒരു ബഹുമാനവും ആദരവും ഉണ്ടോ അവർക്ക്. ഓണമെന്ന് പറയുമ്പോ ആ ഓണത്തിന് അവരൊരു ബഹുമാനവും ആദരവും അവർ കൊടുക്കുന്നുണ്ട്. ആ ആദരവും ബഹുമാനവും കൊടുക്കുന്ന ആ ഓണം വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ സാരി ഉടുത്തിയിട്ട് കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നേ, എന്തു പേക്കൂത്താടോ കാണിക്കണേ. എടോ, ഡാൻസ് ആടലോ ഫറദ ഇടലോ സാരി ഉടുക്കലോ അല്ല വിഷയം. ഒരു സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ആരാധന. ഇപ്പം വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു, അവരൊക്കെ എന്ത് ബഹുമാനം. നബിദിന റാലി നടത്തുന്നു, എത്ര ബഹുമാനം. ആ നബിദിന റാലി നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിലാ. ഇവിടുത്തെ ഹൈന്ദവന് മറ്റുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു അവർ. നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്നതിന് അവരും ബഹുമാനിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന്, ആ ഓണമെന്ന് പറയുന്നത് ഒരു ആരാധന പോലെ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു കാര്യത്തെ ഈ ഉമ്മത്ത് സാരി ഉടുത്തി ഡാൻസും ചെയ്ത് കോമാളിത്തരം കാണിച്ചിട്ട് അവരുടെ മനസ്സു വേദനിപ്പിക്കുക ചെയ്യുക. എനിക്കത് സങ്കടം തോന്നുന്നേ. അവരുടെ മനസ്സുകൾക്ക് പോലും വേദനയുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉമ്മത്ത്. ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്നത് മാത്രമേ വീഡിയോയുള്ളൂ, പ്രസംഗമുള്ളൂ, പാട്ടുമുള്ളൂ, വേറൊന്നുമില്ല. എടോ, എല്ലാം പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന. ലക്കും ദീനക്കും വലിയ ദീൻ. അവർക്ക് അവരവരുടേതായ ദീൻ, അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ ആദർശം, ആശയം ബഹുമാനിക്കാൻ നീ പഠിക്ക്, ആദരിക്കാൻ നീ പഠിക്ക്. എന്തിനാ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, മറ്റുള്ളവരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തിനാ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നേ? ഓണമെന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാവർക്കും അറിയാം. ഓണം വരുമ്പോ സദ്യ കൊണ്ടുവരും അയൽവാസികൾ. 10ാം ക്ലാസ് സ്കൂളിൽ പരീക്ഷയ്ക്ക് ഓണപരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ലീവാ. അടുത്തുള്ള ഹൈന്ദവരൊക്കെ നമുക്ക് സദ്യ കൊണ്ടുതരും, നമ്മൾ പെരുന്നാളിന് അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ ഒരു സന്തോഷവും ഇന്നത് വലിയൊരു സൗഹാർദ്ദമായി മാറി. അതൊക്കെ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യമായി മാറി. ആഘോഷിക്കലും അടിച്ചുപൊളിക്കലും അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ. മറ്റൊരാളെ വേദനിപ്പിക്കലല്ല. ഇന്ന് കേരളത്തിന്റെ ഒരു ആഘോഷമായി തന്നെ അത് മാറിയിരിക്കുന്നു. അതൊരു വേറൊരു വശം ചിന്തിക്ക്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ അവരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാകുന്ന രീതിയിൽ ഈ മുസ്ലിം ഉമ്മത്ത് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ സഹോദരങ്ങൾ ആവശ്യമില്ലാത്ത വിഷയം? ലക്കും ദീനക്കും വലിയ ദീൻ. അവന്റെ കാര്യം. നമ്മൾ എന്തിനാ ഇതിനൊക്കെ പറയാനും പിടിക്കാനും പോകുമ്പോ ഇത് ഷെയർ ചെയ്യാനും, ഇത് വീഡിയോ പിടിക്കാനും, ഇതിങ്ങനെ ഇടാനും, അതിന് മറുപടി പറയാനും, ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക? എന്തിനാ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുക? എല്ലാവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ ആദർശങ്ങൾ, അതിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും കൊടുക്കാൻ പഠിക്കണം. അള്ളാഹു ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ വീഡിയോ പിടിക്കാനോ നീ എന്തോ ആടിക്കോ. നിന്നോടല്ലേ അള്ളാഹു ചോദിക്കത്തുള്ളൂ. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. കടുകുമണിയുടെ അളവ് നന്മ ചെയ്താൽ നിനക്കതിന് അള്ളാഹു നിനക്ക് പ്രതിഫലം തരും. തിന്മ ചെയ്ത് അള്ളാഹു ചോദിക്കും. എന്തിനാ നമ്മൾ ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്? എന്തിനാണ് ഈ സമുദായത്തെ നാണം കെടുത്തുന്നത്? അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരവരുടെ എല്ലാവരെയും ബഹുമാനിക്ക്, ആദരിക്ക്. അവരവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആദർശങ്ങൾ അത് അതിന്റെ വഴിക്ക് വിട്. അല്ലാതെ വൈബെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം കാണിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. പക്ഷേ ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് പറയും, ഉസ്താദേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങളെ നന്നാകില്ല. മോനെ, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് പേടിക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ വല്ലാതെ പേടിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബത്തിന്റെ ഒന്നാമത്തെ അടയാളം ആ നിബിധങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ മുറുകെ പിടിക്കല, ആ ഖുർആൻ മുറുകെ പിടിക്കല.
ജീവിക്കല, അത് അനുസരിച്ചിട്ട് ജീവിക്കല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആനിലേക്ക് മടങ്ങിക്കോ. എന്റെ പെങ്ങളെ, എന്തേ നീ നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുകയാണ്, എന്തേ പൊന്നുമോളെ നന്നാകാത്തത്? ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവര് വഴുത് കേട്ടിട്ടല്ല നന്നായത്, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടാ നന്നായത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, കാട്ടാളനായ ഉമർ അല്ലാഹ് ഇന്ന് മദീനത്ത് പോകുമ്പോ, പടച്ചവനെ ഞാൻ ഇന്നലെ ഉംറ കഴിഞ്ഞു മടങ്ങി വന്നവനാട്. മദീനത്ത് ചെന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, ആദ്യമായിട്ടാണ് റബീഉൽ അവ്വലിൽ ഉംറയ്ക്ക് പോകുന്നത്. പ്രവാചക സ്നേഹികളുടെ വല്ലാത്ത ഒരു സംഗമമാണോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ ഒരു നിമിഷമൊന്ന് പതറിപ്പോയടോ. ഓരോ പ്രായമുള്ളവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എന്റെ മുമ്പിൽ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്, എന്റെ മുമ്പിൽ പ്രായമുള്ള ഒരാള് നടന്നു പോകുന്നുണ്ട്. ആ മനുഷ്യൻ നബി തങ്ങളോട് സ്വലാം പറയുന്നത് കേട്ടപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. ആ നബി തങ്ങളുടെ റൗളയ്ക്കകത്ത് കിടക്കുന്ന സ്വഹാബിയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എങ്ങനാ ഉമർ അവിടെ എത്തിയതെന്നറിയുവോ? ആരുടെയും വയത് കേട്ടിട്ടല്ല പെങ്ങള്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ ചാരത്ത് കിടക്കുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടല്ലോ, വയത് കേട്ടിട്ട് മുസ്ലിമായവനല്ല, പ്രഭാഷണം കേട്ടിട്ട് മുസ്ലിമായവനല്ല. എങ്ങനാ മുസ്ലിമായതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാ അതാ വാളും പിടിച്ചിട്ട് ഇറങ്ങിപ്പോയ ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? നീ ഉമറിനെ കുറിച്ച് പഠിക്കണം ചെറുപ്പക്കാരാ. ഒരാള് വന്നിട്ട് ഉമറിന്റെ അയൽവാസിയോട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, നിന്റെ സ്വഭാവം നല്ലതുപോലെ നിന്റെ അയൽവാസിക്കറിയാ. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് അയൽവാസിയോട് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ സ്വഭാവം അത്രയും മോശമാണ്. ഈ ഉമർ മുസ്ലിമായത് എങ്ങനെയെന്നറിയുവോ? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ പോകുമ്പോ ഒരു സഹാബി ചോദിച്ചു, എവിടെ പോകുന്നു ഉമർ? മുഹമ്മദിനെ നന്നാക്കാൻ പോവുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് ചോദിച്ച ആള് പറഞ്ഞു, ആദ്യം പോയിട്ട് വീട് നന്നാക്കടാ. ആദ്യം സ്വന്തം പെങ്ങള് ഫാത്തിമയുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പ് ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ, ആദ്യം നീ പോയിട്ട് അവളെ നന്നാക്ക്. ഉമറിന് വാശിയായി. ഖത്താബിന്റെ മകൻ ഉമർ ഫാത്തിമ എന്ന കൂടപ്പിറപ്പിന്റെ വീടിന്റെ അകത്തേക്ക് പാഞ്ഞു വരികയാണ്. അല്ലാ, ഭാര്യയും ഭർത്താവും ഖുർആൻ പഠിക്കുകയാ. ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ടാണ് ഉമർ വീട്ടിലേക്ക് കയറി വരുന്നത്. ഫാത്തിമാനെ എടുത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. അവസാനം തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മൂക്കിലൂടെ വായിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ, എത്രയാണെങ്കിലും കൂടപ്പിറപ്പാണല്ലോ, ഉമറൊന്ന് സമാധാനമായി, ഉമറൊന്ന് ശാന്തനായി. ഉമറിന് സങ്കടമായി. തന്റെ കൂടപ്പിറപ്പിന്റെ രക്തമൊഴുകുന്നത് കണ്ടപ്പോ സങ്കടമായി. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എന്തോ കവിത പാടുന്നത് കേട്ടല്ലോ. ഉമറിനോട് ഫാത്തിമ പറഞ്ഞു, പാട്ടല്ല പാടിയത്, ഞാൻ ഓതിയത് അല്ലാഹുവിന്റെ ഖുർആനാ, ഞാൻ ഓതിയത് അല്ലാഹുവിന്റെ കലാമാ. എനിക്കൊന്നു താ ഫാത്തിമ, ശുദ്ധിയായിട്ട് വാ ഉമർ. ഖത്താബിന്റെ മകൻ ഉമർ പോയി അവിടെ നിന്ന് ശുദ്ധിയാവുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടെ
കൂടപ്പറപ്പാദ്യമായിട്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ സൂറത്തു ത്വാഹയുടെ 3-4 ആയത്തുകൾ അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്. ഉമറിന്റെ ഹൃദയത്തിൽ ഇടിത്തീ വീണതുപോലെ ഖുർആനിലെ 5 ആയത്ത് കേട്ടപ്പോ ഉമറിന് മനസ്സിലായടോ, ഇതല്ലാഹുവിന്റെ കലാമാ, ഇതല്ലാഹുവിന്റെ കലാമാ. ഉമർ പോയത് എവിടെയെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു. സഹാബാക്കളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. എല്ലാവർക്കും പേടിയാടോ ഉമറിനെ, എല്ലാവർക്കും പേടിയാടോ, എല്ലാവരും പേടിച്ചു മാറുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുത്തുനബിയുടെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ ഹംസ റളിയല്ലാഹു തആല അൻഹു തടയുകയാണ്. ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? ജീവനോടെ ഇതിനകത്ത് നിന്നിറങ്ങിപ്പോകാ. അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടാ നീ ജീവനോടെ പോകില്ലടാ. ഉമറിനോട് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെങ്ങനെ പറയുന്നത്. ഉമർ നബി തങ്ങളുടെ ചാരത്തു ചെന്നോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കേറ്റിവിടാൻ. ഖത്താബിന്റെ മകൻ ഉമർ മുത്തുനബിയുടെ മുമ്പിൽ പോയിരുന്ന് നസീഹത്ത് കേട്ടു. അവിടെന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തു കൊണ്ടുവരുന്ന കഅബയുടെ കില്ല പിടിച്ച് സത്യം ചെയ്ത ഉമർ പിന്നെ വരുന്നത് എങ്ങനെയാണെന്നറിയുവോ? വാനബിയേ, വാനബിയേ. ആരടാ അല്ലാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്യാൻ ആരാടാ ഉള്ളതെന്ന് തന്റെ ഇടത്തോട് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് ഉമറിനെ മാറ്റിയത് വഅദായിരുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 5 ആയത്തുകളായിരുന്നു. ചെറുപ്പക്കാരാ, പൊന്നുമക്കളെ, എന്തേടാ നീ നന്നാകാത്തത്? പെങ്ങളെ, എന്തേ നീ നന്നാകാത്തത്? അല്ലാഹുവേ, അതാ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ്. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു പെണ്ണിനെ മോഹിച്ചു കഴിഞ്ഞാൽ അവളെ ശാരീരികമായി ബന്ധപ്പെടുന്നവനാണ്. ആ ഫുളൈൽ ഇബ്നു ഇയാദിനോട് ഏതാ കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, ആ പെണ്ണിനെ വളച്ചു കാണിക്കടാ. എല്ലാ പെണ്ണുങ്ങളെയും നീ കീഴ്പ്പെടുത്തുമല്ലോ, നീ ആണാണെങ്കിൽ അവളെ കീഴ്പ്പെടുത്തടാ. ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഫുളൈൽ അവളുടെ പുറകിൽ നടക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും പരിഗണിക്കുന്നില്ല. ഫുളൈലിനെ പരിഗണിക്കാതെ വന്നപ്പോ നാണക്കേടായടോ. കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഫുളൈലിന് വാസിയായി എങ്ങനെയും ഇവളെ കീഴ്പ്പെടുത്തണം. ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ചു കയറുകയാ. ആഗ്രഹം പറയുകയാണ്. പെണ്ണ് സമ്മതിച്ചില്ല. ആരോഗ്യവാനായ ഫുളൈൽ റേപ്പ് ചെയ്യാൻ തയ്യാറാവുകയാണ്. അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ ഒരുങ്ങുമ്പോ നിലവിളിച്ച് കരയുകയാ, എന്നെ ഒന്നും ചെയ്യരുത്. ഫുളൈൽ പരിഗണിക്കുന്നില്ല. പെട്ടെന്ന് നിലവിളി തീരുകയാണ്. പെണ്ണ് നിശബ്ദയാവുകയാണ്. ഫുളൈൽ ചോദിച്ചു, സമ്മതിച്ചതാണോ പെണ്ണ്? എന്തേ നീ മിണ്ടാത്തത്? ഫുളൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുകയാ. ഫുളൈൽ ചോദിച്ചു, എന്തേ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? കേൾക്കടാ ഫുളൈല്, കേൾക്കടാ ഫുളൈല്. അടുത്ത വീട്ടിലിരുന്നൊരു മാതാവ് ഖുർആൻ ഓതുന്നു വാപ്പാ. അടുത്ത വീട്ടിലിരുന്നിട്ട് അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കേൾക്കടാ ഫുളൈല്, കേൾക്കടാ ഫുളൈല്. വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഫുളൈലിനോട് ആ പെണ്ണ് ചോദിക്കുന്ന, കേൾക്കടാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
നന്നാകാ സമയമായില്ലേ? എത്ര പെണ്ണുങ്ങളെ വ്യഭിചരിച്ചടാ, എങ്ങനെയൊക്കെ നടന്നടാ ഫുലൈല്, പ്രായമായില്ലേടാ ഫുലൈല്, നിനക്ക് നന്നാകാ സമയമായില്ലേ? കണ്ണ് നിറഞ്ഞുപോയി ഫുലൈലിന്റെ, കൈകാലുകൾ വിറയ്ക്കുകയാണ്. ആ ഫുലൈൽ ഇബ്നു ഇയാദ് നന്നായടോ, ലോകമറിയുന്ന പണ്ഡിതനായെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളെ സ്വാധീനിക്കുന്നില്ല, നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തുന്നില്ല, ഖുർആനിനോട് നമുക്കൊരു ബഹുമാനവും ആദരവും തോന്നുന്നില്ല. പേടിക്കണം സഹോദരാ, വല്ലാതെ ഭയപ്പെടണം സഹോദരാ. അല്ലാഹുവേ, ഖുർആനിനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, ഒരു മദ്രസ പഠിച്ചു, അള്ളാന്റെ ഇൽമു പഠിപ്പിക്കാൻ ഒരു മദ്രസ പഠിച്ചു. അൽഹംദുലില്ലാഹ്, കുറച്ചു പൈസ കടത്തിലാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഇല്ലെന്ന് പറയരുത്, ഇല്ലെന്ന് പറയരുത്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു മാരകമായ രോഗങ്ങളെയും തട്ടിമാറ്റുമടോ, കരിച്ചു കളയുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയാകില്ല. നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ക്യാൻസർ ആണോ, ട്യൂമർ ആണോ, കിഡ്നി രോഗമാണോ, ലിവർ രോഗമാണോ അറിയില്ലല്ലോ വാപ്പാ. ചിരിച്ചും കളിച്ചും നടക്കുന്നവന് പെട്ടെന്ന് വീണു പോകുന്ന കാലമാ. അതുകൊണ്ട് സംഘാടകർ മുമ്പിലേക്ക് കടന്നു വരുന്നു. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. പെട്ടെന്ന് തുടങ്ങി. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. അല്ലാഹുവോട് പറയണം, പടച്ച റബ്ബേ, എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ അല്ലാ, ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. റബ്ബേ, ആരെല്ലാം ഒരു സദഖ കൊടുക്കുന്നുണ്ടോ, നീ അവരെ കൈവിടല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. ബക്കറ്റ് കൊണ്ടുവന്ന് എങ്ങാതി ഇത്തിരി സ്പീഡ് കുറച്ചു പോടോ, നിനക്ക് വേണ്ടിയല്ലല്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ബഹുമാനിക്ക്, സ്നേഹിക്ക്, ആ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്ക്. അത് നബിതങ്ങളെ ഇഷ്ടപ്പെട്ടതിന്റെ ഒന്നാമത്തെ അടയാളമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കറക്റ്റ് 11 മണിയായില്ലേ? വണ്ടി ഇപ്പൊ കറക്റ്റ് ടൈമിലല്ലേ പോന്നെ? ടൈം ടു ടൈം അല്ലേ? കറക്റ്റ് ടൈം അല്ലേ ഇപ്പൊ? നിങ്ങൾ എന്തോ ഇരിക്കണം, ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നിർത്തുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 11:15 നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എന്ത് വേണം? നിർത്തണോ പറയണോ? ഇനി എന്റെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങളുടെ സമയം. പറയണോ നിർത്തണോ? ഇരുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. നബിതങ്ങളെ സ്വപ്നം കാണാനുള്ള ഒരു വഴി പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളെ സ്വപ്നം കാണാനുള്ള ഒരു വഴി പറഞ്ഞു തരാം. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ആ മുത്ത് നബിയുടെ ഷറഫാക്കപ്പെട്ട മുഖം കാണാൻ ഭാഗ്യം തരണ പടച്ചോനെ. അപ്പൊ പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇവിടെ തന്നെ കാണണം എല്ലാം. എല്ലാരും പൊക്കി ആത്മാർത്ഥതാണ്. നീ സംഘാടകരുടെ ഒക്കെ ഭയങ്കര ബുദ്ധിയാ. സ്കാനർ ബക്കറ്റിൽ ഒട്ടിച്ചു വെച്ചേക്കുക. ഇനി എന്ത് വേണം?
അപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വെള്ളിയാഴ്ചത്തെ ബക്കറ്റിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇല്ല ഇപ്പൊ ഇവിടെ ഉണ്ടോ? വെള്ളിയാഴ്ച വെക്കണോ അപ്പ? ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഈ ആഴ്ച പറഞ്ഞത് ബക്കറ്റ് വെക്കണം, അവിടെയും വെക്കണം, വിടരുത്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളായിട്ട് എന്തിനാ ഒരാളൊരു കൊടുക്കാറുള്ള? ചിലപ്പോൾ ചിലരുടെ പൈസ കാണൂലോ, ചിലപ്പോൾ സ്കാനറായിരിക്കും. സ്കാൻ ചെയ്തോ, ഇല്ല ഗൂഗിൾ പേ പ്രസിഡന്റ് നമ്പരെങ്കിലും കൊടുത്തോ. ഇവിടുത്തെ പ്രസിഡന്റ് എന്താ പോയാ? ഇവിടുത്തെ കമ്മിറ്റിക്കാരെയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് മുറുകെ പിടിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നബിതങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ ഈ ജീവിതം വെറുതെയാ. ഇല്ലെങ്കിൽ നീയൊക്കെ ഈ 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം പ്രായമുള്ള വാപ്പാ, നീ ഒന്ന് ആലോചിച്ച് വെക്കേ, എത്ര നബിദിനെ നീ ആഘോഷിച്ചു. നിനക്കിതുവരെ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഉപ്പ ജീവിക്കണേ? ഉപ്പ സങ്കടപ്പെടേണ്ടത് അവിടെയാ. മഹാനായ അനസ് റളിയല്ലാഹു തആല, ഞാൻ ഇന്നലെ ഒരു ഹദീസ് വായിച്ചപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നിയിടോ. അള്ളാഹുവിന്റെ പ്രവാചകന് ഖാദിമായി നടന്ന സഹാബിയ അനസ് റളിയല്ലാഹു തആല പറയാ, വല്ലാഹി സത്യം, മഹാനവറുകൾ പറയാ, നബിതങ്ങള് വഫാത്തായതിനു ശേഷം ഞാൻ മരിക്കുന്നത് വരെ നബിതങ്ങളെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ സഹാബി പറയാ, ഞാൻ വല്ലാഹി സത്യം, ഞാൻ മരിക്കുന്നത് വരെ നബിതങ്ങൾ വഫാത്തായതിനു ശേഷം നബിതങ്ങളെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല. അല്ലാഹു അലം. പടച്ചറപ്പേ, നമ്മള് ഒരു വട്ടമെങ്കിലും ഒന്ന് കണ്ടാ മതിയായിരുന്നു. റബ്ബ് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ദിവസവും കാണണമെങ്കിൽ അതെന്ത് പാടോ? എല്ലാ ദിവസവും നബിതങ്ങളെ കാണണമെങ്കിൽ ആ സഹാബി എത്രത്തോളം നബിതങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്കെങ്ങനെ കാണാനാ? നമുക്ക് നബിതങ്ങളുടെ പേര് പറഞ്ഞപ്പോ പോലും സലാത്ത് പറയാൻ നമുക്ക് മടിയാ. ഇപ്പൊ നമ്മള് ഇന്ന് പലരും, ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചപ്പോ അതിനകത്ത് മുഹമ്മദ്, അത്രേ ഉള്ളൂ, മുഹമ്മദ് നബി, തിരുമേനി, ഇതൊക്കെ ഉള്ളൂ. എടോ, നമ്മള് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല എന്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം, ആ പേരിനോട് പോലും ബഹുമാനം ഉണ്ടാകണം. നിങ്ങൾ ഖുർആൻ നോക്കിക്കേ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. യാ മൂസ, യാ ആദം, അല്ലാഹ് വിളിച്ച അങ്ങനെ, ഏ ആദമേ, ഏ നൂഹേ, ഏ ഇബ്രാഹിമേ, ഏ ദാവൂദേ, ഏ യൂസുഫ്, എല്ലാ പ്രവാചകന്മാരുടെയും പേരാ അല്ലാഹ് വിളിച്ചേ. അല്ലാഹ് വിളിച്ചത് യാ ആദം, ഏ ആദമേ തന്നെ വിളിച്ചേ. യാ നൂഹ്, ഖുർആനിൽ എല്ലായിടത്തും അല്ലാഹു പേര് വിളിച്ചു ഓരോ പ്രവാചകന്മാരുടെയും. ഖുർആനിൽ എവിടെയെങ്കിലും മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചത് കാണാവോ നിങ്ങൾക്ക്? ഖുർആനിന്റെ 114 സൂറത്തുകൾ നിങ്ങൾ തെരഞ്ഞു നോക്ക്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യാ മുഹമ്മദ്, ഏ മുഹമ്മദ് എന്ന് അല്ലാഹ് പോലും വിളിച്ചിട്ടില്ലടോ. നബിതങ്ങൾ അല്ലാഹ് പോലും മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അള്ളാഹു എവിടെയെല്ലാം നബിതങ്ങളുടെ പേര് പറയുന്നുണ്ടോ അവിടെ അള്ളാഹു പോലും വിളിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പോലും വിളിച്ചിട്ടില്ല മുഹമ്മദ് എന്ന്. അള്ളാഹു വിളിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, എല്ലാം അല്ലാഹു ബഹുമാനത്തോടെ റസൂലേ നബിയേ, റസൂലേ നബിയേ, എന്ത് ആദരവാടോ, എന്ത് ബഹുമാനമാണോ. അല്ലാഹു പോലും നബിതങ്ങളെ ബഹുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹ് പോലും നബിതങ്ങളുടെ പേര് വിളിച്ചിട്ടില്ലടോ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ബഹുമാനിക്കണേ, ആദരിക്കണേ. ആ മുത്തുനബിയെ കണ്ടില്ലെങ്കിൽ ഈ ജീവിതം എന്ത് വല്ലാത്ത നഷ്ടമാടോ. അല്ലാ, ആ പ്രവാചകനെ ഒന്ന് സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഈ രാത്രി അതിനൊരു സബബാക്കണേ അല്ലാ. സലാത്ത് പറയണേ മക്കള്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ, നബിതങ്ങളുടെ പേര് കേട്ടാ സ്വലാത്ത് പറയണേ. മടിക്കല്ലേടാ ചെറുപ്പക്കാരാ, മടിക്കല്ലേ പെങ്ങള്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് എന്ന പേര് കേട്ടാൽ അറിയാതെ നാവിന്റെ തുമ്പിലേക്ക് സ്വലാത്ത് കടന്നു വരണം പെങ്ങള്. സ്വലാത്ത് പറഞ്ഞു പറഞ്ഞ് മദീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്ക്.
സ്വലാത്ത് പറഞ്ഞിട്ട് മദീനയുമായിട്ടൊരു പാലം പണിയ്. നിന്റെ വീടിന്റെ അകത്തിരുന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നീ നിന്റെ വീടിന്റെ അകത്തിരുന്ന് വിളിച്ച മദീനത്ത് കിടക്കുന്ന നബിതങ്ങളെ കേൾക്കണമടാ ചെറുപ്പക്കാരാ. ഓരോ വെള്ളിയാഴ്ച ദിവസവും അല്ലാഹുവിന്റെ മലക്കുകളെ ചെന്നിട്ട് പറയണം, നബിയേ, ഫാത്തിമയുടെ മകളായ ആയിഷ അങ്ങയോട് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ പേരുൾപ്പെടെ പറയുമെന്നാണ്. ഞാനെങ്ങാണം നബിതങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുത്തുനബിയുടെ റൗള ശരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു മലക്ക് പറയും, നബിയേ, ഷാഹുൽ ഹമീദിന്റെ മകനായ സിറാജ് അവിടുന്ന് സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു നബിയേ, സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന ഒരു ബന്ധമാണോ നമുക്ക് വേണ്ടത്? ആ ബന്ധം വെറുതെയാകില്ല, ആ ബന്ധം നഷ്ടമാകില്ല. ആ നബിതങ്ങളെ കാണൂ, ആ നബിതങ്ങളെ കാണൂ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആരാരുമില്ല. അതാ നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പടച്ചവനെ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് ആദം നബിയുടെ മുമ്പിലേക്ക് പോവുകയാണ്. ഏത് സമയമെന്നറിയുമോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. പടച്ചവരെ, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് സ്വലാത്ത് പറഞ്ഞവര്, നിബിതങ്ങളുമായൊരു ബന്ധമുണ്ടാക്കിയെടുത്തവര്, മോനെ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയാനാ പറയുന്നില്ല, ഒരു 10 പ്രാവശ്യമെങ്കിലും പറയടാ. ഒരു ദിവസത്തില് 1,00,000 പ്രാവശ്യമൊന്നും പറയണ്ട, ഒരു 10 പ്രാവശ്യമെങ്കിലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 പ്രാവശ്യം പറയുമോ ചെറുപ്പക്കാരാ? നിർത്തുകയാ മോനെ. ഈ സദസ്സിലിരിക്കുന്നവരോട്, അല്ലാഹുവിന്റെ പ്രവാചകനോടും മഹബ്ബത്തുള്ളവരോട് ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും സ്വലാത്ത് പറയാൻ മനസ്സു നൽകണേ അല്ലാ. ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമുക്ക് സ്വലാത്ത് പറയാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറയൂലേ? ഇൻഷാ അല്ലാഹ് പറയൂലേ? 10,000 അല്ല, 10 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരു ദിവസം 10 പ്രാവശ്യം സ്വലാത്ത് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, പ്രതിഫലം പറഞ്ഞുതരാം. നീയത്തി കൈപൊക്കിയവർക്കുള്ള പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൈപൊക്കിയവർക്ക് അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ? ഈ കൈപൊക്കിയവർക്ക് അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അതാ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. പറയുന്നതാരാടാ ചെറുപ്പക്കാരാ? കരുണയില്ലാത്ത മലക്കാ, കരുണയില്ലാത്ത മലക്കാ, ഒരു പരിഗണനയും കാണിക്കാത്ത മലക്കാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിതങ്ങള്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ അവരോട് പരിഗണന കാണിക്കും, ഞാൻ അവനോട് പരിഗണന കാണിക്കുകയാണ്. സ്വലാത്ത് പറയാമെന്ന് നീയത്ത് ചെയ്ത നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുവോ? നിന്റെ മരണം എങ്ങനെയാണെന്നറിയോ? നിന്റെ മരണം എങ്ങനെയാണെന്നറിയോ? അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നബിതങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ.
അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിച്ചതുപോലെ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനുണ്ടല്ലോ, അവന്റെ മരണവേദന കുറച്ചു കൊടുക്കും നബിയേ, മയമായിട്ട് പിടിക്കും നബിയേ, അവനെ വേദനിപ്പിക്കില്ല നബിയേ. ഉമ്മാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ മരണവേദന കുറയുമമ്മ, നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ. രണ്ടാമത് വന്ന മലക്കാരാ മീകായിൽ അലൈഹിസ്സലാം. യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ, എനിക്ക് സ്നേഹമാണ് നബിയേ, അങ്ങയുടെ പേര് സ്വലാത്ത് പറയുന്നവരെ ഞാൻ മറക്കില്ല നബിയേ. വാപ്പാ, സ്വലാത്ത് പറയുന്ന ഉപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ വല്ലാത്ത ചൂടല്ലേ, ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള, തലച്ചോറ് തിളയ്ക്കും പെണ്ണേ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ആ ഭയാനകമായ മസ്സറയില് പെങ്ങളെ, അതാ മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ തേടി വരികയാണ്. എന്തിനാ തേടി വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് നിന്നെ തേടി വരികയാണ്. എന്നിട്ടോ അനാസ്കീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, നബിയേ ഞാനവരെ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് കൊണ്ടുചെല്ലുകയാണ്. നിബിതങ്ങളുടെ സ്വലാത്ത് പറഞ്ഞവർ, നിബിതങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറഞ്ഞവർ, നിബിതങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് സ്വലാത്ത് പറഞ്ഞവർ, അവരെ യഥാ ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് മീകായിൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, അതാ വരുന്നു ഇസ്രാഫീൽ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനും മറക്കില്ല നബിയേ, എനിക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഉടുതുണിയില്ലാതെ നഗ്നരായി ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ മുമ്പില് സുജൂദിൽ കിടന്ന് കരയുകയാ. ചെറുപ്പക്കാരാ, സ്വന്തം മക്കള് പോലും നിന്നെ പരിഗണിക്കില്ലടാ ചെറുപ്പക്കാരാ. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മാതാവിന് നിന്നെ വേണ്ട. നിനക്ക് ജന്മം നൽകിയ പിതാവ് നിന്നെ കണ്ട പരിചയം കാണിക്കൂല. ഒരാള് പോലും തിരിഞ്ഞു നോക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ആരാരും തിരിഞ്ഞു നോക്കാറില്ലാത്ത പരലോകം. എല്ലാവരും നഫ്സി നഫ്സി അവരവരുടെ കാര്യം നോക്കിയിട്ട് പോവുകയാണ്. അന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു മലക്ക് കിടന്ന് കരയുകയാണ്. റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീല്, എഴുന്നേക്ക് ഇസ്രാഫീല്. എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്? എന്തിനാ സുജൂദിൽ കിടക്കുന്നത്? അല്ലാഹ് പടച്ചവരെ, അല്ലാഹ്
അല്ലാഹുവേ നിബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനുണ്ടല്ലോ, അതാ പറയുന്നു അല്ലാഹുവേ നിബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഇവന് പുറത്തു കൊടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പില് സുജൂദിൽ കിടന്ന് കരയുകയാ, സുജൂദിൽ കടന്ന് കരയുകയാ. നിന്റെ പാപം അല്ലാഹു പുറത്തു തരാൻ ഒരു മലക്ക് നമ്മളെ മറക്കില്ല പെങ്ങള്. സ്വലാത്ത് പറയുന്ന ഉമ്മ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഞാനും കൈവിടൂല. സിറാത്ത് എന്ന് പറയുന്ന പാലമില്ലേ മക്കള്, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം, ആ പാലത്തിന്റെ മുറ്റത്തു ചെല്ലുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് വിളിക്കുന്നു, അന ആഖിദം ബിയദിഹി വയമുറു അല സിറാത്ത്. കയ്യിൽ പിടിക്കടാ ചെറുപ്പക്കാരാ, നിബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ പൊന്നുമോനെ, നിന്നെ ഞാൻ കൊണ്ടുപോകാ, നിന്നെ ഞാൻ സിറാത്ത് കടത്തിവിടാ, അവിടെന്ന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് അതാ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നഷ്ടമാകില്ല, സ്വലാത്ത് നഷ്ടമാകില്ല, ഒരു പരിഗണനയും വേണ്ടടോ. അല്ലാഹുവേ എത്രത്തോളം പറയാൻ കഴിയുമോ, സ്വലാത്തുകൾ അധികരിപ്പിക്കൂ, നിബിതങ്ങളുമായിട്ട് ഹൃദയത്തിലൊരു ബന്ധമുണ്ടാക്കൂ. അല്ലാഹുവേ നിബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണ്ടേ. അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.